ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈച്ചിക്കുട്ടൻ്റെ ബാത്തിങ് വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ കുഞ്ഞിന് തലയിൽ യൂസ് ചെയ്യുന്നത് പാരഷൂട്ടിൻ്റെ ഓയിൽ തന്നെയാണ്. ഞങ്ങൾ ബോഡിയിൽ ഇന്ന് യൂസ് ചെയ്യുന്ന ഓയിൽ സെബാമെഡിൻ്റെ ഓയിലാണ്. അപ്പം നമുക്ക് ഓയിൽ ഇട്ടിട്ട് കാണാം. ഇല്ലാതാക്കിയ മക്കള് നമ്മൾ ഓയിലൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈച്ചുകുട്ടനെ അവനെ അങ്ങനെ പെട്ടെന്ന് പിടിച്ചാലൊന്നും കിട്ടത്തില്ല, ഇത്തിരി കുസൃതിയാണ്. അപ്പോൾ നമുക്ക് അവനെ കുളിപ്പിച്ചിട്ട് കാണാം. ഞാൻ കുഞ്ഞിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞിന് കുളിക്കുന്നതൊന്നും നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇവ സമ്മതിക്കില്ല. ഭയങ്കര കുളിക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കര ബഹളവും ഭയങ്കര കരച്ചിലൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് സെബാമെഡിൻ്റെ സോപ്പാണ്. ഇപ്പം ഇവന് ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും സെബാമെഡിൻ്റെ ലോഷൻ തന്നെയാണ്. അപ്പം നമുക്ക് റെഡിയായിട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ക്രീമൊക്കെ ഇട്ടു, സ്നാക്കിയൊക്കെ ഇട്ടു. ഇനി ഞങ്ങൾ കുറുക്ക് കുടിക്കാൻ പോവുകയാണ്. കുറുക്ക് കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് ഉറങ്ങാൻ പോകും. അല്ലേ ചേച്ചുകുട്ടാ? അല്ലേ? കുഞ്ഞങ്ങനെ കുളിച്ച് സുന്ദരക്കുട്ടനായിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. അങ്ങനെ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അവനെ ഒരുക്കാം. കാരണം മോൻ ഉറങ്ങുന്ന ടൈമിൽ മാത്രമേ അവനെ ഒരുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവൻ കരി വരയ്ക്കാനോ പൊട്ടിടാനോ അങ്ങനെ ഒന്നും അവൻ ഉണർന്നിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. അപ്പോൾ ഉറങ്ങുമ്പോഴാണ് ഞാൻ അവനെ കൂടുതലും കരിയൊക്കെ വരച്ച് ഒരുക്കുന്നത്. ഞാൻ പിന്നെ ഡെയിലി അവന് കരി വരച്ച് കൊടുക്കാറില്ല, കാരണം ഡെയിലി കരി വരയ്ക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കരി വരച്ച് കൊടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ പൊട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പുറത്ത് പോകുമ്പോഴും ഞാൻ അങ്ങനെ കുഞ്ഞിന് കരിയൊന്നും വരച്ച് കൊടുക്കാറില്ല. ജസ്റ്റ് ഒരു പൊട്ട് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നും ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് മാത്രമാണ് ഇടുന്നത്. കാരണം ഞാൻ ഇന്നലെയൊക്കെ അവർ കരി വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈച്ചുകുട്ടന് പൊട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പൊട്ടിട്ടിട്ട് കാണാം. കുഞ്ഞിനങ്ങനെ പൊട്ടൊക്കെ ഇട്ട് ഒരുക്കി. പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ കരി വരയ്ക്കാറില്ലേ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുഞ്ഞിൻ്റെ അച്ഛനും എനിക്കും കരി വരയ്ക്കുന്നതിൽ വലിയ താല്പര്യമില്ല. പിന്നെ പണ്ട് അമ്മൂമ്മമാരൊക്കെ പറയുമല്ലോ കുഞ്ഞിന് കരി വരച്ച് കൊടുക്കണം അങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇടയ്ക്ക് മാത്രം ജസ്റ്റ് കരി വരച്ച് കൊടുക്കും. അങ്ങനെ ഡെയിലി ഞാൻ കരി വരയ്ക്കാറില്ല. ഇനി എന്തായാലും ഈച്ചുകുട്ടൻ ഒരു 2-2.5 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടാണ് ഇനി നമ്മളവന് അടുത്ത ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈച്ചുകുട്ടൻ ഉറങ്ങി എണീറ്റിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഈച്ചുകുട്ടൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇനി അടുത്ത ഈച്ചുകുട്ടന് ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.